മണ്ണർകാട് പള്ളിയിൽ 8 നോമ്പ് പെരുന്നാളിന് തുടക്കമായി. ആഗോള മരിയൻ തീർത്ഥാടന കേന്ദ്രമായ മണ്ണർകാട് കത്തീഡ്രലിലെ ചരിത്രപ്രസിദ്ധമായ 8 നോമ്പ് പെരുന്നാളിന് തുടക്കമായി. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് മാതാവിൻ്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നതിനായി ജനലക്ഷങ്ങളാണ് ഇന്നലെ വൈകിട്ട് മുതൽ മണ്ണർകാട് പള്ളിയിലേക്ക് ഒഴുകുന്നത്. തീർത്ഥാടകർക്കായി വിപുലമായ ക്രമീകരണം ഇടവക മാനേജിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരുക്കിക്കഴിഞ്ഞു. ഇന്നു മുതൽ 7 വരെ തീർത്ഥാടകർക്ക് നേർച്ചക്കഞ്ഞി വിതരണം പെരുമ്പള്ളി ഗീവർഗീസ് മാർ ഗ്രിഗോറിയോസ് പാരിഷ് ഹാളിൽ നടക്കും. പാരിഷ് ഹാളിന് സമീപത്തുള്ള താൽക്കാലിക ബസ് സ്റ്റാൻഡിൽ നിന്ന് വിവിധ ജില്ലകളിലേക്ക് ബസ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. കത്തീഡ്രലിൻ്റെ ഇരുവശങ്ങളിലുമുള്ള മൈതാനത്തും ITI കോളേജ് ഗ്രൗണ്ടുകളിലും വിപുലമായ പാർക്കിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. പണം, ആഭരണങ്ങൾ, ബാഗുകൾ എന്നിവ സൂക്ഷിക്കുന്നതിന് പള്ളിമേടയുടെ 1-ാം നിലയിൽ സേഫ് കസ്റ്റഡി വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട്. പോലീസ് എയ്ഡ് പോസ്റ്റ്, ആംബുലൻസ് സർവീസ് എന്നിവയും പെരുന്നാൾ ദിവസങ്ങളിൽ പ്രവർത്തിക്കും. സെയിൻറ് മേരീസ് ആശുപത്രി, ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പ്രവർത്തിക്കുന്ന ആരോഗ്യവകുപ്പിൻ്റെ കൗണ്ടറിലും അടിയന്തര ചികിത്സയ്ക്ക് സൗകര്യമൊരുക്കിയിട്ടുണ്ട്. 8 നോമ്പിൻ്റെ ആദ്യ ദിനമായി ഇന്ന് തോമസ് മാർ അലക്സാന്ദ്രിയോസ് മെത്രാപ്പോലീത്തയുടെ കാർമ്മികത്വത്തിൽ കുർബാനയും താഴത്തെ പള്ളിയിൽ പ്രഭാത നമസ്കാരവും 3 കുർബാനയും ശ്രേഷ്ഠ ബെസലിയോസ് പൗലോസ് തിതിയൻ കാതോലിക്ക ബാവയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുകയുണ്ടായി. 2 മണിക്ക് ആയിരങ്ങൾ പങ്കെടുത്ത കൊടിമര ഘോഷയാത്രയും നടന്നു. സെപ്റ്റംബർ 1 മുതൽ 8 വരെയാണ് പെരുന്നാൾ. 1501 അംഗ പെരുന്നാൾ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കത്തീഡ്രലിൽ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. 1 മുതൽ നടയടയ്ക്കുന്ന 14-ാം തീയതി വരെ ദിവസവും സഭയിലെ മെത്രാപ്പൊലിത്തന്മാർ കുർബാന അർപ്പിക്കും. ഇന്നലെ വൈകിട്ട് 6-ന് ദീപാലങ്കാരത്തിൻ്റെ സ്വിച്ച് ഓൺ കർമ്മവും പോലീസ് കൺട്രോൾ റൂമിൻ്റെ ഉദ്ഘാടനവും ജില്ലാ പോലീസ് മേധാവി A. ഷാഹുൽ ഹമീദ് നിർവഹിച്ചു. മണ്ണർകാട് പള്ളിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന വിശുദ്ധ മർത്തമറിയം സേവികാ സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ 7.5 പതിറ്റാണ്ടുകളായി വിവിധ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. ഇതിനോടകം 200-ൽ പരം അർഹരായ കുടുംബങ്ങൾക്ക് ഭവനം നിർമ്മിച്ചു നൽകുവാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. 50 ഭവനരഹിതരായ കുടുംബങ്ങൾക്ക് താമസിക്കുവാൻ സാധിക്കുന്ന ഒരു ഹൗസിംഗ് കോംപ്ലക്സ് ആണ് ഈ വർഷം ഇവർ വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇതിൽ 8 വീടുകളുടെ പണികൾ ഈ വർഷം കൊണ്ട് പൂർത്തീകരിക്കുവാനാണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വിദ്യാഭ്യാസ സഹായം, വൈദ്യസഹായം, ഭവന പുനരുദ്ധാരണം തുടങ്ങിയ വിവിധ പദ്ധതികൾക്കായി പ്രതിവർഷം 2 കോടിയിലധികം രൂപയുടെ ചാരിറ്റി പ്രവർത്തനങ്ങളാണ് മണ്ണർകാട് പള്ളിയിൽ നിന്നും നടത്തിവരുന്നതെന്ന് ട്രസ്റ്റുമാർ അറിയിച്ചു. സെയിൻറ് മേരീസ് കോളേജ്, സെയിൻറ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ, സെയിൻറ് മേരീസ് ഹൈസ്കൂൾ, സെയിൻറ് മേരീസ് ഹോസ്പിറ്റൽ, സെയിൻറ് മേരീസ് പ്രൈവറ്റ് ITI, സെയിൻറ് മേരീസ് CBSE സ്കൂൾ, സെയിൻറ് മേരീസ് ഹോസ്പിറ്റൽ ആൻഡ് ഡയാലിസിസ് സെൻറ്റർ, ജീഡിയാട്രിക് സെൻറ്റർ എന്നിവയെല്ലാം കത്തീഡ്രലിൻ്റെ അധീനതയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ്. ഇനി മണ്ണർകാട് പെരുന്നാളിൻ്റെ ആദ്യ ദിന ദൃശ്യങ്ങളിലേക്ക്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.